നമസ്കാരം. പ്രധാന വാർത്തകൾ. തിരുവനന്തപുരം പൂജപ്പുര ജയിൽ വകുപ്പിന്റെ ഭക്ഷണശാലയിൽ മോഷണം. ഇന്ന് പുലർച്ചെയാണ് മോഷണം നടന്നതായി ഉദ്യോഗസ്ഥർക്ക് മനസ്സിലായത്. 4 ലക്ഷത്തോളം രൂപ നഷ്ടമായി. 3 ദിവസത്തെ കളക്ഷൻ ഭക്ഷണശാലയിൽ സൂക്ഷിച്ചിരുന്നു. ഈ തുകയാണ് നഷ്ടമായിരിക്കുന്നത്. താക്കോൽ സൂക്ഷിച്ചിരുന്ന ചില്ലുകൂട് തകർത്തതിനു ശേഷം താക്കോൽ ഉപയോഗിച്ച് ഓഫീസ് റൂമിൽ നിന്ന് പണം കവർന്നു. ഓരോ ദിവസത്തെ കളക്ഷനും അടുത്ത ദിവസം ബാങ്കിൽ നിക്ഷേപിക്കുകയാണ് പതിവ്. പക്ഷെ കഴിഞ്ഞ ദിവസം ബാങ്ക് അവധിയായതിനാൽ കളക്ഷൻ നിക്ഷേപിക്കാൻ കഴിഞ്ഞിരുന്നില്ല. സംഭവത്തിൽ CCTV ഉൾപ്പെടെ പരിശോധിക്കും. ഇതുമായി ബന്ധപ്പെട്ട ആരെങ്കിലും ആയിരിക്കും കവർച്ച നടത്തിയിട്ടുണ്ടാകുക എന്നാണ് ജയിൽ വകുപ്പ് കരുതുന്നത്. പൂജപ്പുര പോലീസ് അന്വേഷണം ആരംഭിച്ചു. ബലാത്സംഗ കേസ്. വേടന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി നാളത്തേക്ക് മാറ്റി. വേടൻ സ്ഥിരം കുറ്റവാളിയാണെന്നും സർക്കാരിൽ സ്വാധീനമുള്ളയാളാണെന്നും പരാതിക്കാരി കോടതിയിൽ പറഞ്ഞു. ജാമ്യാപേക്ഷയിൽ കക്ഷി ചേരാനുള്ള പരാതിക്കാരുടെ അപേക്ഷയും കോടതി അനുവദിച്ചു. പോലീസിന്റെ വിശദീകരണം കേട്ടതിനു ശേഷം വേടന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഇന്ന് പരിഗണിക്കാൻ മാറ്റിവെച്ചതായിരുന്നു കോടതി. എന്നാൽ ഇന്ന് വാദം കേട്ട കോടതിക്ക് മുമ്പാകെ പരാതിയെക്കുറിച്ചും അതിനു പിന്നിലെ ഗൂഢാലോചനയെക്കുറിച്ചും വേടന്റെ അഭിഭാഷകർ കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി. ചാത്തമംഗലത്ത് കുടിവെള്ള പദ്ധതിയുടെ ജലസംഭരണി തകർന്നു. ആശങ്കയിൽ നാട്ടുകാർ. ഇന്ന് പുലർച്ചെ വലിയ ശബ്ദത്തോടെ ജലസംഭരണിയുടെ ഒരു ഭാഗത്തെ കോൺക്രീറ്റ് ഭിത്തി പൂർണ്ണമായും തകർന്നു വീഴുകയായിരുന്നു. സംഭവം നടന്ന സമയത്ത് ഏകദേശം 50,000 ലിറ്ററോളം വെള്ളം ജലസംഭരണിയിലുണ്ടായിരുന്നു. സംഭവം പ്രദേശവാസികൾക്കിടയിൽ വലിയ ആശങ്ക സൃഷ്ടിച്ചിട്ടുണ്ട്. സംഭരണിയുടെ തകർച്ചയെ തുടർന്ന് സമീപ പ്രദേശങ്ങളിൽ വെള്ളം കുത്തിയൊലിച്ചെത്തി. ആളപായം റിപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിലും ഇത് കുടിവെള്ള വിതരണത്തെ എങ്ങനെ ബാധിക്കുമെന്ന ആശങ്കയിലാണ് നാട്ടുകാർ. TP വധക്കേസ് പ്രതി കൊടിസുനിയെ തവനൂർ സെൻട്രൽ ജയിലിലേക്ക് മാറ്റി. കോടതി പരിസരത്തെ പരസ്യ മദ്യപാനം ഉൾപ്പെടെ പുറത്തുവന്ന പശ്ചാത്തലത്തിലാണ് നടപടി. പരസ്യ മദ്യപാനത്തിൽ കൊടിസുനിക്കെതിരെ തലശ്ശേരി പോലീസ് കേസെടുത്തിരുന്നു. കൊടിസുനി ഉൾപ്പെടെ 7 പേർക്കെതിരെയാണ് കേസെടുത്തത്. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്കെതിരെ ഇംപീച്ച്മെന്റ് നോട്ടീസിന് നീക്കം. തിരക്കിട്ടാലോചനയിൽ ഇന്ത്യ സഖ്യം. ഇന്നലത്തെ വാർത്താ സമ്മേളനത്തിന്റെ പശ്ചാത്തലത്തിലാണ് പ്രതിപക്ഷത്തിന്റെ നീക്കം. BJP വക്താവിനെ പോലെയാണ് കമ്മീഷൻ സംസാരിച്ചതെന്ന് കോൺഗ്രസ് ആരോപിച്ചു. അതേസമയം രാഹുൽ ഗാന്ധി ഉന്നയിച്ച വിഷയങ്ങളെ രാഷ്ട്രീയമായി നേരിടാനാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീരുമാനം. രാഹുൽ വോട്ടർ പട്ടികയിൽ ചൂണ്ടിക്കാട്ടിയ പിഴവുകളിൽ ചിലതിന് മാത്രമാണ് കമ്മീഷൻ ഉത്തരം നൽകിയത്. അടിസ്ഥാനമില്ലാത്ത കാര്യങ്ങൾ ഉന്നയിച്ച ശേഷം ഇത് തെളിയിക്കാൻ തയ്യാറാകുന്നില്ല. ഇതായിരുന്നു മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഇന്നലത്തെ വാദങ്ങൾ. തെരഞ്ഞെടുപ്പ് കമ്മീഷനിലെ അംഗങ്ങളെ നിശ്ചയിക്കുന്ന കൊളീജിയത്തിലെ അംഗമാണ് പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധി. ആ രാഹുൽ ഗാന്ധിക്കെതിരായ കമ്മീഷന്റെ ഈ പരസ്യ നീക്കം രാഷ്ട്രീയ തർക്കം രൂക്ഷമാക്കാൻ ഇടയാക്കും. 23-കാരിയായ TTC വിദ്യാർത്ഥിയുടെ മരണം. റമീസിന്റെ മാതാപിതാക്കൾ തമിഴ്നാട് നിന്നും പിടിയിൽ. കോതമംഗലത്തെ 23-കാരിയായ യുവതിയുടെ ആത്മഹത്യയിൽ അറസ്റ്റിലായ റമീസിന്റെ മാതാപിതാക്കളെ അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുത്തു. തമിഴ്നാട് സേലത്ത് നിന്നാണ് ഇരുവരെയും കസ്റ്റഡിയിലെടുത്തത്. ഇന്ന് തന്നെ കോതമംഗലത്ത് എത്തിച്ച് അറസ്റ്റ് രേഖപ്പെടുത്തും. യുവതി ആത്മഹത്യ ചെയ്തത് മതം മാറ്റത്തിന് വിസമ്മതിച്ചതോടെ ആൺസുഹൃത്ത് റമീസിൽ നിന്നുണ്ടായ അവഗണനയെ തുടർന്നാണെന്നാണ് പോലീസിന്റെ നിഗമനം. റമീസ് തന്റെ ഫോൺ പോലും എടുക്കാത്തത് പെൺകുട്ടിയെ സമ്മർദ്ദത്തിലാക്കിയിരുന്നു. ഇതോടെയാണ് പെൺകുട്ടി ജീവനൊടുക്കിയത്. കേസിൽ റമീസിന്റെ രക്ഷിതാക്കൾക്കും പങ്കുണ്ടെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇരുവരെയും കേസിൽ പ്രതി ചേർത്തത്. ട്രിപ്പിൾ ജമ്പ് താരം ഷീനയ്ക്ക് സസ്പെൻഷൻ. ഉത്തേജക മരുന്ന് പരിശോധനയിൽ കുടുങ്ങി മലയാളി അത്ലറ്റ്. ട്രിപ്പിൾ ജമ്പ് താരം ഷീന NVക്ക് നാഡയുടെ സസ്പെൻഷൻ. ഉത്തേജക മരുന്ന് പരിശോധനയിൽ പരാജയപ്പെട്ടതായി നാഡാവൃത്തങ്ങൾ അറിയിച്ചു. ഉത്തരാഖണ്ഡ് ദേശീയ ഗെയിംസിലും ഫെഡറേഷൻ കപ്പിലും മെഡൽ നേടിയിരുന്നു. പരിശീലകന്റെ പിഴവ് എന്ന് ഷീനയോട് അടുത്ത വൃത്തങ്ങൾ അറിയിച്ചു. സ്വകാര്യ സ്കൂളിലെ ജീവനക്കാരൻ തൂങ്ങി മരിച്ച നിലയിൽ. പത്തനാപുരത്ത് സ്വകാര്യ സ്കൂളിലെ ജീവനക്കാരനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. മലപ്പുറം പോത്തുകൽ സ്വദേശി ടോണി K. തോമസ് ആണ് മരിച്ചത്. 27 വയസ്സായിരുന്നു. പത്തനാപുരം സെന്റ് സ്റ്റീഫൻസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഓഫീസ് അസിസ്റ്റന്റ് ആയിരുന്നു മരിച്ച ടോണി ഓൺലൈൻ ഗെയിമുകൾക്ക് അടിമയായിരുന്നുവെന്ന് ബന്ധുക്കൾ പറഞ്ഞു. ഗെയിമുകൾ കളിച്ച് സാമ്പത്തിക പ്രതിസന്ധിയിലായിരുന്നുവെന്ന് പോലീസും വ്യക്തമാക്കി. അതേസമയം മൃതദേഹത്തിന് സമീപത്തു നിന്നും ആത്മഹത്യാ കുറിപ്പ് ലഭിച്ചിട്ടുണ്ട്. വിദ്യാർത്ഥിയുടെ കർണപടം അടിച്ചുപൊട്ടിച്ച സംഭവം. സ്വമേധയാ കേസെടുത്ത ബാലാവകാശ കമ്മീഷൻ. കാസർഗോഡ് കുണ്ടംകുഴി GHSലെ അധ്യാപകൻ 10ാം ക്ലാസ് വിദ്യാർത്ഥിയുടെ കർണപടം അടിച്ചുപൊട്ടിച്ച സംഭവത്തിൽ ബാലാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. ഇതിനിടെ വിദ്യാർത്ഥിയെ അധ്യാപകൻ അടിച്ചത് സംബന്ധിച്ചതായി PTA പ്രസിഡന്റ് വ്യക്തമാക്കി. അടിച്ചത് ലക്ഷ്യം തെറ്റിയാണെന്ന് ഹെഡ്മാസ്റ്റർ വിശദീകരിച്ചെന്നും PTA പ്രസിഡന്റ് M. മാധവൻ പറഞ്ഞു. കുട്ടിക്ക് ചികിത്സാ സഹായം വാഗ്ദാനം ചെയ്തിരുന്നുവെന്നും 1 ലക്ഷം രൂപ വാഗ്ദാനം ചെയ്തിട്ടില്ലെന്നും M. മാധവൻ പറഞ്ഞു. സംഭവത്തിൽ പ്രതിഷേധിച്ച് ഇന്ന് BJP യൂത്ത് കോൺഗ്രസും അടക്കമുള്ളവർ സ്കൂളിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. അതേസമയം പ്രധാന അധ്യാപകനെതിരെ നടപടി ഉണ്ടായേക്കുമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. കനത്ത മഴയെ തുടർന്ന് ഈ ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി. ശക്തമായ മഴയെ തുടർന്ന് പാലക്കാട് ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി പ്രഖ്യാപിച്ചു. പാലക്കാട് ജില്ലയിലെ സ്കൂളുകൾ, അംഗനവാടി, മദ്രസകൾ, ട്യൂഷൻ സെന്ററുകൾ എന്നിവയ്ക്കാണ് അവധി പ്രഖ്യാപിച്ചത്.
ജില്ലാ കളക്ടറാണ് അവധി പ്രഖ്യാപിച്ചത്. ശക്തമായ മഴ തുടരുന്നതിനാലാണ് ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചത്. കോളേജുകൾക്ക് അവധി ബാധകമല്ല. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ കനത്ത മഴ തുടരുകയാണ്.